തേങ്ങ അരച്ച മീൻ കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. നോർമലായിട്ട് നമ്മൾ മീൻ അരക്കില്ലേ തേങ്ങ, അതേമാതിരി അരപ്പാണ്. ഭയങ്കര സിമ്പിളാണിത്. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇന്ന് അയല മീനും അയല ഫ്രൈയും കാത്തോരനും, ഇതാണ് ഇന്നത്തെ സിമ്പിളായിട്ടുള്ളൊരു ഉച്ചയൂണ്. അപ്പോൾ ഇതൊന്ന് തിള വരട്ടെ. നമുക്ക് ഇഷ്ടമുള്ള പുളി ചേർത്ത് കൊടുക്കാം. കുടംപുളിയോ വാളംപുളിയോ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കും. ഞാൻ ഇവിടെ കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അയല മീനിൻ്റെ തല ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർ കാണുമല്ലേ തലയൊക്കെ. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ മുളക്. ഇതെന്ത് മുളക്? തൊണ്ടമുളക്, സാമ്പാർ മുളക്. സാമ്പാർ മുളക്. ഇത് കണ്ടോ, എരിയ മുളക്, എന്ത് ഭംഗിയല്ലേ. ഇതൊന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ നാട്ടിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്, ഇവിടെ കണ്ടിട്ടില്ല. ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതേമാതിരി തന്നെ പുളിഞ്ചിക്ക. ഇത് ഇരുമ്പൻ പുളി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. കളറൊക്കെ പോയി, പച്ചപ്പും ഊഷ്മളതയൊക്കെ നഷ്ടപ്പെട്ട് നാട്ടിൽ നിന്ന് എത്തിയപ്പോഴത്തേക്ക് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് തിളച്ചിട്ടുണ്ട്, നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇരുമ്പൻ പുളി ഇട്ട് കൊടുക്കാം. ഒരു 2 or 3 ഇട്ടാൽ മതി കേട്ടോ. മുളക് ഇട്ട് കൊടുക്കാം. അത്ര എരിവൊന്നും ഇല്ല കേട്ടോ, എന്നാലും ഒരു നല്ലൊരു മണം കിട്ടും ഈ മുളകിടുമ്പോൾ. അടച്ചു വെക്കുക. ഇനി നമുക്ക് കാത്തോരൻ റെഡിയാക്കാം. ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് വാട്ടർ, ഉപ്പ്. ഇതിവിടെ ഇരുന്ന് കുക്കാവട്ടെ. തേങ്ങ, മുളക്, ജീരകം ഇങ്ങനെയൊക്കെ ഉള്ളതിട്ട് അരച്ച് നോർമൽ തോരത്തിന് അരയ്ക്കുന്ന അരപ്പ് തന്നെയാണ് ഇതിന് ചേർത്ത് കൊടുക്കണം. ഒരു സെക്കൻഡ് അടച്ചു വെക്കാം. ലാസ്റ്റിൽ നമുക്ക് കടുക് വറുക്കാം. അപ്പൊ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇരുമ്പൻ പുളിയില്ലേ, അതൊരു അച്ചാറിടാം. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുക്കാം. ഞാൻ കടുക് പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മഞ്ഞളിന്റെ പൗഡർ, ഉലുവ പൗഡർ, കളർ മുളക് പൊടി, കായം. അയ്യോ മിക്സിങ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇവിടെ ഇരുന്ന് ഒന്ന് തണുക്കട്ടെ. അപ്പൊ നമ്മുടെ അരപ്പെല്ലാം തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മളത് അരിഞ്ഞു വെച്ചിരിക്കണ ഇരുമ്പൻ പുളി ചേർത്ത് കൊടുക്കാം. ഓരോയിടത്ത് ഇതിന് ഓരോ പേരുകളാണ്. മിക്സിങ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ പെട്ടെന്ന് ഈസി അല്ലേ. ലാസ്റ്റില് ഇച്ചിരി ഷുഗർ. കഴിച്ചു നോക്കാം. നല്ല പുളി. ലൈറ്റായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. വിനിഗർ വേണമെങ്കിൽ വിനിഗർ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അച്ചാറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അയല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്യാം. അങ്ങനെ അയല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി എന്താ, നമുക്ക് ഊണ് കഴിക്കുക. ഇതൊരു സിമ്പിൾ ഉച്ച ഊണാണ്. അതിനൊരു കുഞ്ഞു വീഡിയോ ആക്കിയതാണ്. അപ്പം നമുക്ക് കഴിച്ചാലോ.